യേശുക്രിസ്തു ചിന്തിക്കുന്നത് പോലെയുള്ള മനസ്സാണ്. ആ മനസ്സ് നമ്മുടെ ആത്മാവിലുണ്ട്. ആ മനസ്സിൻ്റെ അധീനതയിലേക്ക് നമ്മുടെ മനുഷ്യ മനസ്സിനെ കൊണ്ടുവരണം. മനുഷ്യ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. രൂപാന്തരപ്പെടുത്തി പൂർണ്ണതയിൽ എത്തിച്ചേരാമെന്ന് ആരും കരുതരുത്. നിങ്ങൾ എത്ര പരിശുദ്ധമാകുന്ന ജീവിതം, വിശുദ്ധമാകുന്ന ജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണെങ്കിലും ചിന്തകളിൽ തെറ്റിപ്പോകാറില്ലേ? കൂടെ തെറ്റിപ്പോകാറുണ്ട്. ഏറ്റവും വിശുദ്ധനാകുന്നൊരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്തും ചിന്തകളിൽ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് പട്ടിയുടെ വാല് പോലെയാണ്. നേരെയാക്കുവാൻ വേണ്ടി എത്ര കുഴലിലിട്ട് കഴിഞ്ഞാലും അവസാനം പിന്നെയും അത് വല്ലാത്ത ചിന്തകളെ കൊണ്ടുവരുന്ന ഒരു നിലവാരത്തിൽ വീഴ്ച വന്നുപോയ മനസ്സാണ്. ആദാം ഏദനിലായിരുന്ന സന്ദർഭത്തിൽ വീഴ്ച വന്ന മനസ്സായിരുന്നു? അല്ല. ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും ആദാമിൻ്റെ ജീവിതത്തിൽ സ്വർഗീയമാകുന്നൊരു അലൈൻമെൻ്റ് ഉണ്ടായിരുന്നു, ക്രമമുണ്ടായിരുന്നു. അവിടെ ആദാമിൻ്റെ ആത്മാവ് യജമാനനായിരുന്നു, പ്രാണൻ കാര്യസ്ഥനായിരുന്നു, ശരീരം ദാസനായിരുന്നു. ആ നിലയിലുള്ളൊരു ക്രമീകരണം ഉണ്ടായിരുന്നു. ആദാമിൻ്റെ പ്രാണനിൽ ഉള്ള മനസ്സ് ഒരിക്കൽ പോലും നിഷേധാർത്ഥകമാകുന്ന ഒരു ചിന്തയെ പുറപ്പെടുവിക്കുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന, ടോക്സിക്കായിട്ടുള്ള ചിന്തകൾ പുറപ്പെടുവിക്കുന്ന ഒരു മനസ്സായിരുന്നേയില്ല. എന്നാൽ 3-ാമത്തെ അധ്യായത്തിൽ പാമ്പ് വന്നതിന് ശേഷം പാമ്പ് അവിടെ പാമ്പിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് കൗശലം എന്ന വാക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാമ്പിലുള്ള കണ്ണിങ്നെസ്, കൗശലം, ആ കൗശലത്തോടുകൂടെ വന്ന് സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഇവിടെ ശബ്ദങ്ങളിലൂടെ ഇമ്പാർട്ടേഷൻസ് നടക്കും. സ്ത്രീ കേൾക്കുന്ന സന്ദർഭത്തിൽ ഈ പാമ്പ് കൗശലത്തോടുകൂടെ സംസാരിക്കുമ്പോൾ പാമ്പിലെന്തുണ്ട്? കൗശലമുണ്ട്. പാമ്പിൻ്റെ മനസ്സിലെന്തുണ്ട്? കൗശലമുണ്ട്. അല്ലെങ്കിൽ പിശാചിൻ്റെ മനസ്സിലെന്തുണ്ട്? കൗശലമുണ്ട്. പിശാചിൻ്റെ മനസ്സിൽ കണ്ണിങ്നെസ് ഉണ്ട്. പിശാചിൻ്റെ മനസ്സിലെന്തുണ്ട്? പിശാചിൻ്റെ മനസ്സിൽ നിഷേധാർത്ഥകമാകുന്ന ചിന്തകളുണ്ട്. പിശാചിൻ്റെ മനസ്സിൽ എന്തുണ്ട്? കള്ളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സ്വാധീനം ഹവയിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഹവ പോലും മറുപടി പറയുന്ന സന്ദർഭത്തിൽ പിശാച് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ തുടങ്ങിയത്, കൂട്ടിപ്പറയുവാൻ തുടങ്ങി. അങ്ങനെ വീഴ്ച സംഭവിച്ചതോടുകൂടിയാണ് പിശാചിൻ്റെ സകല പ്രകൃതങ്ങളും മനുഷ്യ മനസ്സിലേക്ക് പ്രവേശിച്ചത്. വീഴ്ച വന്നുപോയ മനസ്സ്. ആ വീഴ്ച വന്നുപോയ മനസ്സിനെ നന്നാക്കുവാൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ പ്രവൃത്തിയിൽ നാം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുകയാണ് എങ്കിൽ നമുക്ക് പല മേഖലകളിൽ രൂപാന്തരീകരണം കൊണ്ടുവരുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചിന്താ മേഖലയിൽ ഉണ്ടാകേണ്ട രൂപാന്തരീകരണം.